സന്നിധി തന്നിൽ നായക. ഒരു മത്സരത്തിൽ വിജയിച്ച് അതിന് സമ്മാനം വാങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് എന്തില്ല എന്നുള്ളതല്ല, നമ്മുടെ ജീവിതം എങ്ങനെ ജീവിച്ച് ക്രിസ്തീയ ജീവിതമായി വിജയകരമായിട്ടുള്ളതായ ജീവിതം ആക്കി തീർക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. സ്വർഗത്തിലെ ദൈവം വീണ്ടും വരുന്നത് സമ്മാനവുമായാണ് എന്ന് തിരുവചനം രേഖപ്പെടുത്തുകയാണ്. അത് സമ്മാനം കൊണ്ടുവരുന്നത് അവിടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചതായ ജീവിതത്തിന് ഒത്ത പ്രതിഫലമാണ് കൊണ്ടുവരുന്നത്. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായെങ്കിലും തീയതായെങ്കിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെളിപ്പെടേണ്ടതാണ്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുള്ളവും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്നവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. എപ്പോഴാണ് നമ്മുടെ ന്യായവിധി? ഇന്ന് ലോകം വളരെ അധികം ചിന്തിക്കുന്നതായ ഒരു കാര്യമാണ്. ഹിസ്റ്റോറിസം തിയറി അനുസരിച്ച് 2300 സന്ധി വർഷം അവസാനിക്കുന്നത് 1844 എന്ന് നമ്മൾ പഠിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ 1844 മുതൽ പരിശോധന ന്യായവിധി സ്വർഗത്തിൽ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അവിടെ വിലയിരുത്തി മാർക്കിട്ട് വെച്ചിരിക്കുന്നു എന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി നാം ദൈവത്തിനോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നത്, നന്മ ചെയ്ത് ജീവിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും എന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ നന്മ ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് ഒരു സാന്മാർഗിക ജീവിതം നയിക്കുകയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം വീണ്ടും വരുന്നതായ സമയത്ത് നമുക്കുള്ളതായ നല്ല പ്രതിഫലമായി കൊണ്ടുവരും. അതിന് നാം എല്ലാവരും യോഗ്യരായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ ഞങ്ങൾ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ ദൈവം ഭൂമിയിലേക്ക് വീണ്ടും വരുന്നതായ സമയത്ത് ഞങ്ങൾക്കുള്ളതായ നല്ല സമ്മാനമായി വരുവാൻ തക്കോണം നമ്മെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റുവാങ്ങുവാൻ തക്കോണം ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നല്ല വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ തക്കോണം ഞങ്ങളെ സഹായിക്കണമേ. അടിയങ്ങൾ കൊണ്ട് ജീവിച്ച യേശുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ആമേൻ.